ധനനിലയിലെ അഭിമാനകരമായ പുരോഗതി സംബന്ധിച്ച സ്ഥിതിവിവരങ്ങൾ ബജറ്റ് പ്രസംഗത്തിലും അനുബന്ധ രേഖകളുമായി അവതരിപ്പിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ധനസ്ഥിതി പരിശോധിച്ച് അധിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമെന്നുറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 29 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ പെൻഷനുകളും ഓണറേറിയങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത്. അതിനോടനുബന്ധിച്ച് 3 പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പുതിയ പദ്ധതികൾ ആദ്യത്തേത് നിലവിലുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളാക്കാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. 31 ലക്ഷം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. സർ, ഇതുവരെ 16.32 ലക്ഷം പേർ ഈ പദ്ധതിയിൽ അംഗമായി. ഈ പദ്ധതിക്ക് 3720 കോടി രൂപ വകയിരുത്തുന്നു. സർ, രണ്ടാമത്തേത് അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ്. സർ, 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 68,731 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മൂന്നാമത്തേത് കുടുംബശ്രീ ADSകൾക്കുള്ള 2025 നവംബർ 1 മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാന്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു. 19,470 ADSകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങി. സർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പകൽ പോലെ വ്യക്തമാകും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ സർവകലാശാല പെൻഷനുകൾ എന്നിവ നിലവിലെ 1600 രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം 2000 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരകന്മാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. ഉയർന്ന നിരക്കിലുള്ള ഓണറേറിയം നൽകി തുടങ്ങി. ഇവരുടെ ഓണറേറിയത്തിലും വേതനത്തിലും കാലോചിതമായ വർധന വരുത്തേണ്ടതുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത്. ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുപക്ഷം എക്കാലവും തുടരുക.